അടുത്ത ഞങ്ങളുടെ യാത്ര സാരനാഥിലെ ബുദ്ധ ക്ഷേത്രത്തിലേക്കായിരുന്നു. ഈ ബുദ്ധ ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാരനാഥിലെ ബുദ്ധ ക്ഷേത്രത്തിന് ചരിത്രപരമായ വലിയ പ്രാധാന്യമുണ്ട്. ബുദ്ധൻ ആദ്യമായി തൻ്റെ ധർമ്മോപദേശം നൽകിയത് ഇവിടെ വച്ചാണ്. അതിനാലാണ് ഇത് ബുദ്ധമതവിശ്വാസികളുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി കണക്കാക്കുന്നത്. കൂടാതെ ജൈനമത വിശ്വാസികളുടെ ഒരു പുണ്യസ്ഥലം എന്ന നിലയിലും സാരനാഥ് അറിയപ്പെടുന്നു. കാരണം 11ാമത്തെ ജൈന തീർത്ഥങ്കരനായ ശ്രേയനാൾനാഥൻ്റെ ജന്മസ്ഥലം കൂടിയാണ് ഈ പ്രദേശം. ഇപ്പോൾ നമ്മൾ പോകുന്നത് ബുദ്ധക്ഷേത്രത്തിൻ്റെ മുൻവശത്തേക്കാണ്. പ്രധാന ക്ഷേത്രമാണ് ഈ കാണുന്നത്. സാരനാഥിലെ ബുദ്ധക്ഷേത്രത്തിൻ്റെ ചരിത്രം താഴെ പറയുന്നവയാണ്. ബുദ്ധൻ്റെ ആദ്യ പ്രഭാഷണം നടന്നത് ഇവിടെ വച്ചാണ്. ധർമ്മരാജിക സ്തൂപം, അശോകസ്തംഭം, ജൈനമതബന്ധം, ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഈ സാരനാഥിലെ ക്ഷേത്രം അല്ലെ ഈ പ്രദേശം ബുദ്ധമതക്കാർക്കും മറ്റ് മതവിശ്വാസികൾക്കും വളരെ പ്രാധാന്യമേറിയ ഒരു പ്രദേശമായി മാറിയിരിക്കുന്നു. ഞങ്ങളുടെ ഗൈഡ് സംസാരിക്കുന്നു. और इसी प्लेस पर भगवान बुद्ध ने पहला उपदेश यहाँ पर दिया, यहाँ से बौद्ध धर्म का प्रचार किया। इस स्तूप के अंदर में कोई गेट नहीं, कोई होलो नहीं, अंदर जाने के लिए पूरा क्लोज है, पूरा सॉलिड है, ऐसे बना है। हाँ, इस स्तूपा वर्ल्ड है 2300 साल पुराना है, 2300 ओल्ड है। इसको बिल्ड किया अशोक चक्रवर्ती, और इसका हाइट मैडम 104 से, और इसका जो डायमीटर 85 डायमीटर। और सुबह जो श्रीलंका, बर्मा, थाईलैंड बुद्धिस्ट लोग वो बाहर में बैठ कर मेडिटेशन करते हैं। इसी का ऑनलाइन टिकट ओनली 50 रुपीज़ का टिकट है, सिर्फ इसके ऊपर राउंड मारने के लिए। तो जाने का मन करेगा तो यहाँ से 1 किलोमीटर मेन गेट है, इसका ऑनलाइन टिकट एक आदमी का 50 रुपीज़। मतलब जो देख रहे बस यही चीज़, इसमें कुछ है नहीं। और जो पत्थर पर जो डिजाइन देख रहे मैडम, ये लैंग्वेज है, पाली लैंग्वेज है, पाली। ये ओल्ड है, और जो प्लेन स्टोन लगा हुआ है ये जो टूट गया था उसका रिपेयरिंग कर दिया, इस पर कोई डिजाइन नहीं। इसका अभी ये नया लगा हुआ है, जो प्लेन स्टोन बनाया है जी। और इसके अंदर में क्या है, भगवान बुद्ध का बाल है। हाँ, इसको रखते पूरा सॉलिड कर दिया है। जो बुद्ध वाले जो बौद्ध धर्म को मानते हैं वो लोग बाहर से परिक्रमा करते हैं। अच्छा, बाल रखा है जी, फोटो निकालना तो निकाल लीजिए। अभी हम लोग चलेंगे कहाँ पे, बोधि ट्री। बोधि ट्री बुद्ध के सिर्फ 1 घंटा मैडम 2000 ओल्ड है, उसका साउंड है 4 किलोमीटर। इसको देखेंगे आप। അടുത്തതായി ഞങ്ങൾ പോയത് ബോധി വൃക്ഷച്ചോട്ടിലേക്കാണ്. അതിനടുത്ത് തന്നെ ഒരു മണിയുമുണ്ട്. ആ മണിയുടെ ദൂരം, കേൾക്കാവുന്ന ദൂരം 4 കിലോമീറ്റർ വരെയാണ്. അടിച്ചു കഴിഞ്ഞാൽ 4 കിലോമീറ്റർ വരെ കേൾക്കാമല്ലേ? കേൾക്കാം. രാവിലെ അടിക്കുമ്പോൾ അവർ പണി തുടങ്ങുന്നത്. बुद्ध का पहले का उनका अवतार हो चुका, ये बौद्ध धर्म का प्रचार नहीं किए, उनका सिर्फ स्टैचू बन कर रखा हुआ है। यही सेटिंग है, ये थर्ड प्राइज। ഈ വാളിൻ്റെ അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ പുറകിൽ കാണുന്നതാണ് ബോധിവൃക്ഷം. ഇവിടെയാണ് ഭഗവാൻ ബുദ്ധൻ ഇരുന്ന് ധ്യാനിച്ചത്. ഗൗതമ ബുദ്ധൻ്റെ ആദ്യ സംഘം
ആദ്യമായി യോഗം ചേർന്നത് സാരനാഥിലാണ്. ബുദ്ധൻ്റെ ആദ്യ 5 ശിഷ്യന്മാരായ കൗണ്ഡിന്യ, അസജി, ഫാദിയ, വാപ്പ, മഹാനാമ എന്നിവർക്ക് അദ്ദേഹം ആദ്യ ധർമ്മചക്രത്തിൻ്റെ ആദ്യ തിരിവ് എന്നറിയപ്പെടുന്നു. ഈ പഠിപ്പിക്കൽ ഏകദേശം ക്രിസ്തുവിന് മുമ്പ് 528 ബുദ്ധൻ ഏകദേശം 35 വയസ്സുള്ളപ്പോഴാണ് നടന്നത്. ഈ മണിയുടെ കാര്യമാണ് മുമ്പ് പരാമർശിച്ചത്. ഈ മണിയുടെ നാദം ഏതാണ്ട് 4 കിലോമീറ്ററോളം ദൂരത്തിൽ കേൾക്കുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നാം കാണുന്നത് ബുദ്ധ ക്ഷേത്രത്തിൻ്റെ ഉൾവശമാണ്. പ്രധാന ബുദ്ധക്ഷേത്രത്തിൻ്റെ ഉൾവശമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മാൻ പ്രഭു എന്ന അർത്ഥം വരുന്ന സാരംഗനാഥിൽ നിന്നാണ് സാരനാഥ് എന്ന പേര് ഉരുത്തിരിഞ്ഞു വന്നത്. സാരനാഥ് ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ വാരണാസിയുടെ വടക്ക് കിഴക്കുള്ള ഒരു പട്ടണമാണ്. ഗൗതമ ബുദ്ധൻ ബോധോദയം നേടിയതിനു ശേഷം ബോധ് ഗയയിൽ തൻ്റെ ആദ്യ പഠിപ്പിക്കലിനായി വാരണാസിക്ക് പുറത്തുള്ള വീണ്ടുപോയ മുനിമാരുടെ കുന്നിനടുത്തുള്ള മാൻ പാർക്ക് തിരഞ്ഞെടുത്തു. ബുദ്ധമതക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട 8 തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് സാരനാഥ്. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി മാറാൻ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.